ശാരദേ, ശാരദേ, ശാരദേ. രാധിക എവിടെ? എന്തേ? എവിടെന്നാ ചോദിച്ചത്? അവൾ അപ്പുറത്തെങ്ങാനും. എന്താ അച്ഛാ? ആ ഉണ്ടോ? ഞാൻ പിന്നെ എവിടെ പോവാനോ? നിന്റെ ആങ്ങളയുടെ മകൻ ആ തെണ്ടിച്ചക്കൻ വന്നിട്ടുണ്ടെന്ന് കേട്ടു. അമ്മാവ നമസ്കാരം. നമസ്കാരം. ആ നിന്നെ പറ്റി ഞാനിപ്പോ പറഞ്ഞു നാക്കെടുത്തേ ഉള്ളൂ. അല്ലേലും അമ്മാവൻ എന്നെ വലിയ ഇഷ്ടമാ അല്ലേ? സംശയമുണ്ടോ? വരൂ, നമുക്ക് പുറത്തിരിക്കാം. അകത്തപ്പടി മണ്ണും പൊടിയോ? അകത്തെന്താ കൃഷിപ്പണി വല്ലതും നടക്കുന്നു? എന്താ? ഇല്ല ഇത് വേറെ കാര്യം പറഞ്ഞ. ഇതേതാ പുതിയ അവതാരം? ലേറ്റസ്റ്റ് തന്നെ, കൽക്കി. ഓ, നീ എപ്പോഴാ രാജാ വന്നേ? ഞാനേ വരാൻ അവനവിടെ ഗൾഫിലെങ്ങാനും പോയോ? സുഖം തന്നെയല്ലേ മോനെ? പ്യൂൺ പണിയൊക്കെ എങ്ങനെ നടക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ, രവിയുടെ കുപ്രചരണം അമ്മാവനും അറിഞ്ഞിട്ടുണ്ട്. നാട്ടും പുറത്തുകാര് പൊതുവെ ശുദ്ധന്മാരാണല്ലോ, എന്ത് പെട്ടെന്ന് വിശ്വസിക്കും. ഞാൻ അത്ര ശുദ്ധനൊന്നും അല്ല. തീരെയല്ല. ആ ഒരു കുഴപ്പമുള്ള അമ്മാവൻ. അവിടെ തെറ്റി. പല കുഴപ്പങ്ങളും ഉള്ളവനാ ഞാൻ. കള്ളന്മാരെ ഞാൻ വെറുക്കും, നുണയന്മാരെ ഞാൻ വീട്ടിൽ കയറ്റാറില്ല. അപ്പൊ രവി ഇവിടെ കയറ്റാറില്ലേ? രവി നുണയനല്ലോ. മാത്രമല്ല അവർ രാധയെ കെട്ടാൻ പോകണം. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. നീ അകത്ത് കയറിപ്പോ. ഇതാണ് പാർട്ടി, അറിയാലോ. വയസ്സെത്രയുണ്ട്? ആർക്കാ മോളേത്? എല്ലാവർക്കും എടുത്തിട്ടുണ്ട്. എന്നാ അതുപോലെ അകത്തോട്ട് കൊണ്ടുപോയി. ഇവന്മാര് തന്നെ പെണ്ണ് കാണാൻ വന്നൊന്നുമല്ല, ഉടുത്തൊരുങ്ങി ഇറങ്ങിയിരിക്കുക. കൊണ്ടുപോയി. പോരടി, ഈ മോശക്കോടെ നന്നാവത്തില്ല. മോശക്കോടെ നിന്റെ നായര. അത് തന്നെയാ പറഞ്ഞത്. വിദേശത്ത് നിന്ന് ടൂറിസ്റ്റുകൾ വരുമ്പോ ഇവിടെ കൊണ്ടുവരണം. കേരളത്തിലെ ആതിഥ്യ മര്യാദ, സംസ്കാരമൊക്കെ ഇവിടുന്ന് പഠിക്കാൻ പറ്റും. ഇറങ്ങോടെ പുറത്ത്. അത് തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ അതിനു മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ബ്രിട്ടോളി കമ്പനി അക്കൗണ്ടന്റ് അപ്പുക്കുട്ടൻ മേനോൻ. ഇത് ഞങ്ങളുടെ മാനേജർ രാജേന്ദ്രൻ സാർ. മാനേജറുടെ ബേസിക് പേ 4500 റുപ്പീസ്, 4500 രൂപ. പിന്നെ ഇൻക്രിമെന്റ്, പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, TA, DA, ഹൗസ് അലവൻസ്, കാർ അലവൻസ് എല്ലാം കൂടെ ചേർത്ത് ഒരു 12,000 രൂപ വരും. രാധികയെ പോറ്റാൻ ഇത്രയൊക്കെ പോരെ അമ്മാവ? നീ പോറ്റണ്ട. അങ്ങനെ ഒരു ഗതികേട് വരികയാണെങ്കിൽ ഞാൻ അവളെ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ ചേർത്തോളാം. അപ്പൊ നമുക്ക് ഇവിടെ അനാഥ മന്ദിരത്തിൽ നിന്ന് പൊക്കാം. ഇയാള് മഹാ ചീങ്കണ്ണിയാ. നേരായ വഴിക്ക് ഇത് നടക്കൂല മോനെ. ചീങ്കണ്ട് നിന്റെ അപ്പൂപ്പൻ. അമ്മാവാ, എന്റെ സുഹൃത്തിന് കുഴപ്പമില്ല. കൂടുതൽ കുഴപ്പമുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ പോകാം. അതല്ലേ നല്ലത്. രാജേന്ദ്രൻ, നീ ബ്രിട്ടോളി ബ്രിട്ടോളി ശരിയാണ്. ബ്രിട്ടോളി കമ്പനിയുടെ മാനേജറാണ് ഞാൻ. അതുകൊണ്ട് ബ്രിട്ടോളി എന്ന് വിളിച്ചാൽ എനിക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല, മറിച്ച് അഭിമാനമാണ്. ബ്രിട്ടോളി ബ്രിട്ടോളിന്റെ തന്തയാടാ. ചുടയുള്ളൊരുത്തനെ ഒന്നുകൂടെ വിളിയാ. നീ എന്താ ആളെ കൊല്ലം നടക്കുവാണോ? ഒരിക്കലും ഇല്ല. കാരണം നീ എനിക്കൊരു എതിരാളിയേ അല്ല. അത് കയ്യിൽ വെച്ചേക്ക് രവി. എതിരാളിയെ അല്ലെങ്കിൽ നീ നാട് മുഴുക്ക എന്നെ പറ്റി അപവാദം പറഞ്ഞു നടക്കുന്ന എന്തിന്? ഞാൻ എന്ത് പറഞ്ഞു? അല്ലെങ്കിൽ സത്യം എങ്ങനെ അപവാദാകുന്നത്? ഉള്ളതുപോലെ പറഞ്ഞ് നീ രാധികയെ കെട്ടിക്കോ. പക്ഷെ അവൾക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല. രാധിക ജീപ്പിലുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അവളെ ഇറക്കി വിട്ടതേ ഉള്ളൂ. ഓഹോ, രണ്ടുപേരും കൂടി എവിടെ പോയതായിരുന്നു? ചുമ്മാ ഒന്ന് കറങ്ങാൻ. പുഴക്കരക്കൂടെ ഒന്ന് ചുറ്റി അടിച്ചു. മോഹപക്ഷി കൊള്ളാം. സത്യം പറഞ്ഞതാ. നീ വന്നേ, ഒരു കാര്യം പറയട്ടെ. നീ ഒന്ന് ഓർത്തു നോക്ക്. കല്യാണത്തിന് പെണ്ണിന് കൊടുക്കാൻ ഒരു നല്ല സാരി വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടോ നിനക്ക്? ഒരാഴ്ചത്തെ ഹണിമൂൺ ട്രിപ്പ്, അതിനുള്ള വകുപ്പുണ്ടോ? രാജേന്ദ്ര, സാമ്പത്തിക ഭദ്രതയില്ലാത്ത ഒരുത്തനെ പ്രേമിക്കാൻ ഇപ്പോഴത്തെ പെമ്പിളേര് തയ്യാറല്ല. നിന്റെ ഫിലോസഫി ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ രാധികയ്ക്ക് വേണ്ടി നീ അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചൂടാകില്ല. അതങ്ങ് ഇറക്കി വെച്ചേക്ക. നമ്മൾ തമ്മിൽ ഒരു മത്സരത്തിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഞാൻ പ്രൂവ് ചെയ്ത് തരാം. എന്ത്? രാധികയ്ക്ക് എന്നോടാണ് സ്നേഹമെന്ന്. ആഹാ, നിന്റെ കയ്യിൽ സ്നേഹം അളക്കുന്ന യന്ത്രം ഉണ്ടോ? ഉത്സവത്തിന് വരുമല്ലോ, അപ്പൊ കാണിച്ചു തരാം. എന്ത് കാണിക്കാൻ? നീ കാണാൻ അവൾ എന്നെ ഒരു ഉമ്മ വെക്കുന്നെന്ന് വിചാരിക്കുക. അപ്പൊ അത് വിശ്വസിക്കൂ? അവളുടെ കാലേ കിടക്കുന്ന പുതിയ ചെരുപ്പ. എന്തിനാ അത് വെറുതെ ചീത്തയാക്കുന്നേ? വൈകുന്നേരം അമ്പലത്തിൽ വെച്ച് കാണാം. രാജേട്ടന്റെ ബുദ്ധിക്ക് കാര്യമായി എന്താ തകരാറ് പറ്റിയിട്ടുണ്ട്. രവിയോട് ഞാൻ ചലഞ്ച് ചെയ്തു പോയി രാധികയെ. അതുകൊണ്ടാ അവനെ ഒതുക്കാൻ ഇതേ ഉള്ളൊരു മാർഗം. എന്നോടത് പറയാൻ നാണോ ഒന്നില്ല രാജേട്ടന്? ഇല്ലല്ലോ. അതെ, ചുണ്ടത്ത് വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കവിളത്തോ നെറ്റിയിലോ. രാധിക പ്ലീസ്. എനിക്ക് വൈകുന്നേരം ഡാൻസ് ചെയ്യാനുള്ളതാ. തീരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. രാജേട്ടൻ പോ. ഇത് സമ്മതിക്കാൻ ഞാൻ വിടില്ല. ആൾക്കൂട്ടത്തിനിടയിലല്ലേ, ആരും ശ്രദ്ധിക്കില്ല. രവിയെ മാത്രം ഒന്ന് കാണിച്ചാ മതി പ്ലീസ്. രാധിക നിന്നേ. രാധികേ, അപ്പൊ സമ്മതിച്ചില്ല അല്ലേ? രാധിക മേക്കപ്പ് ചെയ്യണം ആണെങ്കിൽ ഞാൻ അവളെ വിളിക്കാം. എന്നിട്ട് നിനക്ക് ബോധ്യപ്പെടുത്തി തരാം. ഒന്ന് പോടാ. ഇത്രയും നേരമായിട്ട് നീ പുറകെ നടക്കായിരുന്നല്ലോ. അവള് നിന്നെ മൈൻഡ് ചെയ്ത് പോലുമില്ല. അവള് പറഞ്ഞു പരസ്യമായിട്ട് പറ്റില്ല, നിന്നെ കാണിക്കാൻ മാത്രം വേണമെങ്കിൽ രഹസ്യമായിട്ടാകാമെന്ന്. ഞാൻ വിളിക്കാം. ഇതിനകത്ത് കയറാൻ പറ്റില്ല. ചാർജ് എനിക്കാ.
പരിപാടിയിൽ പങ്കെടുക്കാത്തവർക്ക് ഇതിനകത്ത് പ്രവേശനമില്ല. ഞാൻ ഈ പറയുന്നതും ഒരു പ്രധാന പരിപാടി തന്നെയാണല്ലോ. വേണ്ട രാജേന്ദ്ര, തടി ചീത്തയാക്കണ്ട. നീ പോ. എങ്കിൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം. അവള് പുറത്തു വരുമല്ലോ. ഉം. പക്ഷെ ഇന്ന് തന്നെ നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തും. ആ. ആ. കലാസ്നേഹികളെ, അടുത്തതായി കുമാരി രാധിക അവതരിപ്പിക്കുന്ന നാടോടി നൃത്തം. ഓ ഓ പിന്നെ മറ്റേ കിസ്. ഇറങ്ങിപ്പോടാ സ്റ്റേജിൽ നിന്ന്. നിന്റെ തന്തയുടെ വകയല്ല ഈ സ്റ്റേജ്. പോടാ, പോടാ. നോക്കിയോ? സ്റ്റേജിൽ കയറി പോക്കറ്റാണ് കാണിക്കുന്നതാ. ഇപ്പൊ നിനക്ക് ബോധ്യമാണ് എന്റെ പെണ്ണാണ്. എനിക്ക് ഇയാളോടെ കത്തം പൊക്കിയത് ആരാണ് പരിപാടി നടക്കാൻ വന്നേ? കുടുംബകാര്യത്തിനിടയ്ക്ക് കമ്മിറ്റിക്കാരിയുടെ നീ കത്തം പൊക്കിയല്ലോ. നിന്റെ അന്ത്യം. സഹോദരന്മാരെ, നമ്മളൊക്കെ നായന്മാരല്ലേ, നമ്മളിങ്ങനെ തമ്മിലടിക്കാൻ പാടില്ല. രാജേന്ദ്ര, രക്ഷയില്ല, ഓടിക്കോ. എന്റെ മാനം കെടുത്തോലടി. കൊല്ലുന്നേ. എനിക്ക് മോളില്ലാതിരിക്കും. ഒരേ ഒരു മോളല്ലേ, എന്തിനാ ബാക്കി വെച്ചത്? അങ്ങ് കൊന്നുകളാ. ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവൾക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാ? ഇനി രവി ഈ ബന്ധത്തിന് സമ്മതിക്കൂ? എനിക്കിനി നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ? മോളെ, മോളെ, നീ എങ്ങോട്ടാ? ഞാനൊരു കുറ്റം ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ദീപണ്ണേ, അങ്ങേര് കരുതുള്ളി നിൽക്ക് കേട്ടോ. രാധികേ, ഇനി അടിച്ചോളൂ, എനിക്ക് വിഷമമില്ല. എന്റെ അച്ഛനല്ലേ. പക്ഷെ എന്തു വന്നാലും ഞാൻ രാജേട്ടിനെ കല്യാണം കഴിക്കും, അതുറപ്പാ.